കൊല്ലം തേവലക്കരയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോൾ കഞ്ഞിപ്പുരയ്ക്ക് തൊട്ടു മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിലാണ് സംഭവം. അധികൃതരുടെ അനാസ്ഥ എന്നുള്ള ആരോപണമാണ് ഉയർത്തുന്നത്. നാട്ടുകാരും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. മനോജ് ചേരുന്നു. മനോജ്, പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ അലയടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSEB കൃത്യമായി തന്നെ പ്രതികൂട്ടിലാകുന്ന ഒരു സാഹചര്യം. ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളോ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെയാണ് ഈ വൈദ്യുതി ലൈൻ ഈ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് വളരെ താഴ്ന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രോഹിണി, അത്തരത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ കുട്ടി നിന്ന സ്ഥലത്താണ്. അതായത് ഈ മിഥുനും അതോടൊപ്പം തന്നെ കൂട്ടുകാരും ഒക്കെ ഇവിടെ നിൽക്കുകയായിരുന്നു. അവരുടെ ക്ലാസ് ആണ്, അതായത് ക്ലാസ് മുറി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ചെരുപ്പ്, അതായത് മിഥുന്റെ കിടന്ന ഈ ചെരുപ്പാണ് നമുക്ക് കാണാൻ ഈ ക്ലാസ് ാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള പ്രദേശവാസി കൂടെ ചേരുകയാണ്. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത് രാവിലെ? ഞാൻ ഇങ്ങനെ വൈഫ് ഇവിടുത്തെ ടീച്ചറാണ്. അവൻ മോൻ ഇങ്ങനെ കൊണ്ടാക്കാൻ വന്നപ്പം അവൻ വന്ന് പറഞ്ഞ അച്ഛ ഒരു പയ്യൻ അവിടെ കമ്പി തൂങ്ങി കിടക്കുന്ന. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് നോക്കുമ്പോഴത്തേന് കുട്ടി കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോയപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എനിക്കറിയാം വൈഫ് ഭയങ്കര കരച്ചിലായിരുന്നു. ടീച്ചർമാരെല്ലാം വളരെ സങ്കടത്തോടെ നിൽക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ വന്നപ്പോൾ ഉണ്ട് അവനെ പോയി അന്വേഷിച്ചപ്പം അവന്റെ ഒരു കൂട്ടുകാരന്റെ ചെരുപ്പ് എടുക്കാൻ അവൻ കയറിയപ്പം മറ്റു രണ്ട് കുട്ടികൾ ഇവിടെ കയറരുത് പറഞ്ഞു. അവൻ എടുക്കാന്നിരുന്ന സ്ലിപ്പായി ആ ലൈനിൽ കയറി പിടിച്ച്. അതാണ് സംഭവം. എന്നിട്ട് പിന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മാനേജ്മെന്റും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പൊ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു വൈദ്യുതി ലൈൻ ഈ മേൽക്കൂരയോട് ചേർന്ന് അത് അന്ന് ഇലക്ട്രിസിറ്റിക്കാർക്ക് ഇവിടുന്ന് പരാതി കൊടുത്തിരുന്നു, മാനേജ്മെന്റ് കൊടുത്ത്. പക്ഷെ അവരാണ് അത് ചെയ്യേണ്ടത്, അവരത് ചെയ്തില്ല. പിന്നെ ഇനിയെങ്കിലും അത് ചെയ്യും. ഇലക്ട്രിസിറ്റിയുടെ അനാസ്ഥയാണ്, അല്ലാതെ മറ്റ് ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റുന്നില്ല. തീർച്ചയായും ആ ക്ലാസ് റൂമിനുള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഈ വൈദ്യുതി ലൈനുകൾ ഈ ക്ലാസ് റൂമിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മേൽക്കൂരയ്ക്ക് സമീപത്ത് കൂടെ തന്നെ, അതിനോട് ചേർന്നുകൊണ്ടാണ് മേൽക്കൂരയ്ക്ക് സമീപത്ത് തന്നെയാണ് ഈ വൈദ്യുത ലൈനുകൾ കിടക്കുന്നത്. അവിടേക്കാണ്, ഈ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് കുട്ടി കയറിയത്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഞങ്ങൾ ഈ സ്കൂളിനുള്ളിൽ ഒപ്പം തന്നെ മറ്റ് ജനങ്ങളുമൊക്കെ ഈ സ്കൂളിന് പുറത്തുണ്ട്. തീർച്ചയായും നമ്മളിപ്പോൾ ഈ സ്കൂളിന്റെ ക്ലാസ് മുറികളിൽ നിന്നാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നിന്നാണ് കുട്ടി മുകളിലേക്ക് കയറിയ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പറയുന്നത് അത് KSEBയുടെ അനാസ്ഥയാണ് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാർ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കും. അതായത് ഈ ഒരു മേൽക്കൂരയ്ക്ക് മുകളിലൂടെ ഈ വൈദ്യുത ലൈൻ പോകുമ്പോൾ അത്തരത്തിലൊരു അപകടം സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിന് പുറത്ത് വലിയ തരത്തിലൊരു പ്രതിഷേധവുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങൾ കൂടെ തേടേണ്ടതുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി. അതോടൊപ്പം തന്നെ ഇവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ, മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്കൂളിന്റെ അധികൃതരിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഇതിൽ നാട്ടുകാരൊക്കെ തന്നെ പലതരത്തിൽ ഈ കാരണം ചൂണ്ടിക്കാണിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകട സാധ്യത ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല എന്നുള്ളതാണ്. മറ്റ് അധ്യാപകർ കൂടെ ഇവിടെ ഉണ്ട്. എന്താണ് ഒരു സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ഇവിടെ കൃത്യമായി ആരുടെ ഭാഗത്താണ് അനാസ്ഥ സംഭവിച്ചത്? അനാസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ വേറൊരാൾ പറഞ്ഞറിഞ്ഞു, അങ്ങനെ ഇവിടെ വന്നു. വാർഡ് മെമ്പറാണ്. വന്ന സമയത്ത് കുഞ്ഞിവിടുന്ന് അപകടം പറ്റി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി, കറണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അന്നേരം തന്നെ ഒരു ഭയങ്കര അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് കളിച്ചുകൊണ്ട് നിന്നായിരുന്നു. കളിച്ച് ചെരുപ്പ് എടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ വേറൊരാളുടെ ചെരുപ്പായിരുന്നു ഇപ്പോൾ അറിയുന്നു. ആ ചെരുപ്പ് എടുക്കാനായിട്ട് അവൻ ഒരു കമ്പ് വെച്ച് അതിന്റെ മേളിൽ കൂടെ കയറി, ഷീറ്റിൽ കയറി തെന്നി വീണതായിരിക്കും. ലൈനിൽ ചെന്ന് പിടിച്ചു. അപ്പോഴേ അവിടുന്ന്
അവന്റെ ജീവൻ ഇത് ചെയ്തു. വൈദ്യുത ലൈനുകളെല്ലാം ഈ മേൽക്കൂരയ്ക്ക് സമീപത്തൂടെ ചേർന്നാണ് പോയിക്കൊണ്ടിരുന്നത്. മേൽക്കൂര സമീപത്തൂടല്ല വൈദ്യുതി ലൈൻ പോയിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു ഷെഡ് വെച്ചതിന്റെ മേളിൽ കൂടാണ്, അല്ല മേൽക്കൂരയുടെ മേളിൽ കൂടെ ലൈൻ പോയിട്ട്. ആ ഷെഡ് വെച്ചത് അതിന്റെ സമീപത്തോട് കുട്ടിക്ക് ഇതിലായി. അത് ശരിയാ, ലൈൻ അവൻ അതിനകത്ത് കയറിയത് കൊണ്ടാണ് അങ്ങോട്ട് കയറിയപ്പോഴത്തേന് തന്നെ വീണു. അപ്പോഴത്തേന് ലൈനെ കയറി പിടിച്ചു. പിടിച്ചപ്പോഴത്തേന് അവൻ നമ്മുടെ ഒരു കുഞ്ഞിനെ ഇല്ലാതായി എന്നാണ് ഏറ്റവും വലിയ വിഷമം ഞങ്ങൾക്കൊക്കെ. തീർച്ചയായും ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എന്തായാലും അധ്യാപകർ ുള്ളവരുടെ പ്രതികരണത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. പോലീസും ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകളുമുണ്ട്. എന്തായാലും മറ്റു കുട്ടികളടക്കം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. അവർക്കും ഈ ഒരു കാഴ്ച കണ്ട് അവരാണ് അധ്യാപകരോട് പെട്ടെന്ന് ചെന്ന് പറയുന്നത്. ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ പുറത്ത്, അതായത് ഈ ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയതാണ്. ഈ വിവരം അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. എന്താ ഈ എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരൊക്കെ പലരും പറയുന്നത്. ഇങ്ങനെ ലൈൻ കമ്പി ഇതിനോട് സമീപത്തോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നാണ്. നേരത്തെ കണ്ടിട്ടുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോയി. തീർച്ചയായും എല്ലാവരും വലിയ കെട്ടിടത്തിന് ഉള്ളിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അവരൊക്കെ നമ്മളോട് പങ്കുവച്ച വിവരമനുസരിച്ച് ഈ പിന്നീട് നിർമ്മിച്ചിട്ടുള്ള ഒരു താൽക്കാലിക ഷെഡാണത്. അതിന് മുകളിലാണ് ഇത്തരത്തിലൊരു ഈ വൈദ്യുത ലൈൻ പോയിട്ടുള്ളത്. ചേട്ടൻ ഇവിടെ വിവരം അറിഞ്ഞിട്ട് എത്തിയതാണ് ഈ ഒരു സംഭവത്തിൽ. ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് എനിക്കറിയത്തില്ല, ഞാൻ ഒത്തിരി കഴിഞ്ഞാണ് ഞാൻ വന്നത്. തീർച്ചയായും ഈ ഒരു സ്കൂളിൽ അധികൃതർ കൂടെ നമ്മളോട് നേരത്തെ പ്രതികരിക്കാൻ തയ്യാറായതാണ്. പക്ഷെ അവരൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. ചേട്ടൻ ഈ വിവരം പറഞ്ഞ് ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളതാണ്. എന്താണ്? ഞാൻ പഠിച്ച സ്കൂളാണ്. ഈ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരു കാര്യം പോയി. അതിപ്പോ ആരുടെ ഭാഗത്താണ്? അനാസ്ഥ പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ പ്രത്യേകിച്ച് ഓരോരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കേണ്ടതല്ല, നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാ. അപ്പൊ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാന്നുള്ളതാ. പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് ആരുടെ ഭാഗത്താണോ അനാസ്ഥയാണോ, KCBയുടെ ആണോ സ്കൂളിന്റെ ആണോ, ഇതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളെല്ലാവരും വളരെ ദുഃഖമാകില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ സ്കൂളാണ്, ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. തീർച്ചയായും അതൊക്കെ തന്നെയാണ്. അവർക്ക് തന്നെ വലിയ വിഷമത്തിലാണ്. അവരൊക്കെ പഠിച്ച സ്കൂളാണ്. അതോടൊപ്പം തന്നെ നമ്മളോട് വാർഡ് മെമ്പർ അടക്കം പ്രതികരിച്ചിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അത് ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രദേശത്തുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് കേട്ടോ, നിലവിലിപ്പോ ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ആ ഒരു വിഷമത്തിൽ തന്നെയാണ് അധ്യാപകരടക്കം. എന്തായാലും പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അല്ല, അധ്യാപകരടക്കം വിഷമം എന്ന് പറയുന്നത് അത് പ്രകസനം മാത്രമാണ്. ഇത് ചെയ്തു വെച്ചേക്കാൻ അധികൃതമായിട്ട് നിങ്ങളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് രീതിയിലാണ്. ലൈൻ കമ്പി പോയതിന്റെ കീഴിലാണ് ഈ ഷെഡ് അടിച്ചു വെച്ചേക്കുന്നത്. ആ കുട്ടി അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആ കൊച്ചിന് കൈയെത്തുന്ന രീതിയിൽ തന്നെയാണ് ആ ഷെഡ് അവിടെ നിലനിൽക്കുന്നത്. ദാരുണമായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വളരെ പ്രതിഷേധിക്കേണ്ടതും ഇത് വളരെ കൃത്യലോപമായ ഒരു നടപടിയാണ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടായിരിക്കുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണം. എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയറെ ആദ്യം സസ്പെൻഡ് ചെയ്യുക, നടപടി സ്വീകരിക്കുക. അതേ ഉള്ളൂ പറയാൻ. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്.